നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പെപ് ഗാർഡിയോളയാണ് തന്നെ പരിശീലിപ്പിച്ച ഏറ്റവും മികച്ച കോച്ചെന്ന് ലയണൽ മെസ്സി ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ സ്കലോനിയെക്കുറിച്ച് എന്താണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ ESPN FC കൊടുത്ത ഇൻ്റർവ്യൂവിൽ സ്കലോനിയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ വളരെ ശ്രദ്ധേയമാണ്. അതായത് നേരത്തെ അർജന്റീന ടീമിൽ ലയണൽ മെസ്സിയുടെ സഹതാരം കൂടിയായിരുന്നു സ്കലോനി. അന്നത്തെ ചില അനുഭവങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് സ്കലോനിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഒറ്റ വാക്ക് പറഞ്ഞ ഹീ ഈസ് സ്പെക്ടാക്കുലർ എന്നാണ്. സ്കലോനിയുടെ ഏറ്റവും മികച്ച കഴിവ് എന്താണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ESPN FC മെസ്സിയുടെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? മെസ്സി പറയുന്നു, സ്കലോനിയുടെ മികവിനെ കുറിച്ച് ചോദിക്കും. മെസ്സി പറയുകയാണ്, ഞാൻ വിചാരിക്കുന്നത് ഫ്രം ഡേ 1 അദ്ദേഹം കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ഈ ഗെയിമിലുള്ള എക്സ്പീരിയൻസ്, എങ്ങനെ മാച്ചസ് സെറ്റപ്പ് ചെയ്യണം, ഇതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിനോട്, ആ ടീമിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുക, ക്ലോസ്നെസ് ടു ദി ഗ്രൂപ്പ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഓരോ പ്ലേയേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അദ്ദേഹം എല്ലാവരെയും കണക്ട് ചെയ്യുന്ന രീതി, കാരണം അദ്ദേഹത്തിന് ഓരോ ആളുകളെയും അറിയാൻ പറ്റും, എല്ലാവരോടും അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്നു. കാരണം അദ്ദേഹമാണ് ഈ ടീമിനെ ബിൽഡ് ചെയ്തെടുത്തത്, പുതിയ താരങ്ങളെ കൊണ്ടുവരുന്നത്. എല്ലാവർക്കും ഇപ്പോൾ അറിയാം, അർജന്റീൻ ഫുട്ബോളിൽ അറിയപ്പെടാത്ത ആളുകളാണെങ്കിലും എവിടെ കളിച്ചാലും നോ മാറ്റർ വേർ ദേ പ്ലേ അവരെ ദേശീയ ടീമിലേക്ക് കൺസിഡർ ചെയ്യും എന്നുള്ളത് ഇപ്പോൾ അവർക്കറിയാം. ഇത് ഓരോ അർജന്റീനക്കാരനായിട്ടുള്ള കളിക്കാരനെയും മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുകയാണ്. അവർക്കറിയാം ഏത് മൊമെന്റിലും ഞങ്ങൾ നന്നായി കളിക്കുകയാണെങ്കിൽ ദേശീയ ടീമിലേക്ക് വിളി വരും എന്നിപ്പോൾ അവർക്കറിയാം. ഇതൊരു എക്സ്ട്രാ മോട്ടിവേഷനാണ്. സ്കലോനി അത് കൃത്യമായിട്ട് അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പ്ലെയർ എന്ന നിലയിൽ അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കോച്ചാകുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആണ്, ചേഞ്ച് ആയിട്ടുമുണ്ട്. പക്ഷേ ഒരു ടീമേറ്റ് എന്ന നിലയിൽ അദ്ദേഹം ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു കളിച്ചിരുന്ന കാലത്ത്. ഞാൻ എല്ലായ്പ്പോഴും അദ്ദേഹത്തെ തമാശ ആക്കാറുണ്ട്. അത് ഒരിക്കലും ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല. അദ്ദേഹം ഞങ്ങളോടും അങ്ങനെയായിരുന്നു ആ സമയത്ത് 2006. അതോടൊപ്പം തന്നെ യങ്സ്റ്റേഴ്സിനോട് അദ്ദേഹം വളരെ ക്ലോസ് ആയിട്ട് നിന്നിരുന്ന ഒരാളാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തെ എപ്പോഴും ടീസ് ചെയ്യാറുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട്, 2006 വേൾഡ് കപ്പിൻ്റെ സമയത്ത് ട്രെയിനിങ്ങിലൊക്കെ നീ വല്ലാതെ എന്നെ ടാക്കിൾ ചെയ്തിട്ടുണ്ട്, കിക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും, ഇത് കള്ളമാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയും, നിങ്ങൾ ഓർക്കാത്തത് കൊണ്ടാണ്, പക്ഷേ എത്ര ഹാർഡായിട്ടാണ് അന്ന് എന്നെ ടാക്കിൾ ചെയ്ത് ചവിട്ടിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ തമാശയായിട്ട് കളിയാക്കി അങ്ങോട്ട് പറയാറുണ്ട്. അപ്പം ഇപ്പം നോക്കുക, ഞങ്ങൾ ഈ ഒരു സമയം കടന്നു പോകുമ്പോൾ കാര്യങ്ങൾ വളരെ നല്ല രൂപത്തിൽ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം യോർഗെ സാമ്പോളിക്കൊപ്പമായിരുന്ന സമയത്തും അദ്ദേഹം അവിടെ അസിസ്റ്റന്റ് കോച്ചായിട്ടുണ്ടായിരുന്ന സമയത്തും നല്ല ക്ലോസ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം ഞങ്ങളോടൊക്കെ ഇടപഴകിയത്. അദ്ദേഹം ഒരു ടീംമേറ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി ഗ്രൂപ്പിനോട് ആ സമയത്തും ക്ലോസ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. എല്ലാവരോടും സംസാരിക്കുമായിരുന്നു, എല്ലാവരെയും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഹെഡ് കോച്ചായിട്ട് മാറിയ ആ മൊമെന്റ് മുതൽ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എക്സാക്ട്ലി സെയിം ആയിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം സംസാരിക്കും, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും, എല്ലാവരോടും അദ്ദേഹം സംസാരിക്കും. അതാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി. എല്ലാവരോടും അദ്ദേഹം വളരെ ക്ലോസ് ആയിട്ട് ഇടപെടും. അദ്ദേഹം ബീയിങ് ഹിംസെൽഫ്, അദ്ദേഹമായിട്ട് തന്നെ നിൽക്കും. ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയും, ഓരോരുത്തരോടും പറയേണ്ട കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം പറയുകയും ചെയ്യും. അതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം ഒരു മികച്ച കോച്ചാണ്. മത്സരങ്ങൾക്ക് വേണ്ടി മികച്ച രൂപത്തിൽ പ്രിപ്പയർ ചെയ്യുന്നു, എതിരാളികളുടെ വീക്ക്നെസ് എന്താണെന്ന് പഠിക്കുന്നു, എതിരാളികൾ നമ്മളെ ഹേർട്ട് ചെയ്യാൻ സാധ്യതയുള്ള വശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നു. സോ അദ്ദേഹം ഒരു മികച്ച കോച്ചാണ്. ഹീ ഈസ് സ്പെക്ടാക്കുലർ എന്നാണ് സ്കലോനിയെ ലിയോ മെസ്സി വിശേഷിപ്പിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.